ലുക്ക് മാറിയിട്ടുള്ളത് ഭയങ്കര ലുക്കിലൊക്കെ നല്ല ഒരു യൂത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പോ. നമസ്കാരം. ഈ കങ്കുവ സിനിമയുടെ ടോപ്പിക്ക് വെച്ച് ഞാൻ എന്തുവാ ഈ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ കങ്കുവ മൂവി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, പക്ഷേ ആ വീഡിയോയിലെ കോണ്ടന്റ് നോക്കുന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മുടെ ബാലചേട്ടൻ ആ വഴി പോകുന്നത് കണ്ടത്. ബാലചേട്ടനും ബാലചേട്ടൻ്റെ വൈഫും കൂടി സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുള്ളി പുറത്തിറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അത് ചെറിയൊരു എന്താ പറയുക കോണ്ടന്റ് ആണല്ലോ, ചെറുതല്ല വലുതാണ്. പുള്ളിയുടെ വായെന്ന് വന്നിട്ടുള്ള ചെറിയൊരു സംസാരം അതിൻ്റെ ഞാൻ ഈ കാണിച്ചിട്ടുള്ള വീഡിയോൻ്റെ തലക്കെട്ടാക്കിയിട്ട് ആ പ്രസ്തുത ചാനൽ ഇവിടെ കൊടുത്തതായിട്ട് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കണം. അതിൽ പുള്ളി പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞ ഡയലോഗാണ് ഈ കേട്ടിട്ടുള്ളത്. പുള്ളിയുടെ ബ്രദറാണല്ലോ ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ആ പടത്തിനെ കുറിച്ച് പുള്ളിയുടെ അഭിപ്രായം പ്ലസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ഇന്ന് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും മലയാളം ഫിലിം ഇൻഡസ്ട്രിയും അല്ല തമിഴ് ഓഡിയൻസും മലയാളം ഓഡിയൻസും എങ്ങനെയാണ് കങ്കുവേനെ എടുത്തിട്ടുള്ളത്. മലയാളം മാത്രമല്ല തമിഴും ഞാൻ കണ്ടു. രാവിലെയൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തമിഴ്നാട്ടിലൊക്കെ ഉള്ളതിനെ കണ്ട സമയത്ത് അവിടുന്ന് കംപ്ലീറ്റ് പോസിറ്റീവ് റിവ്യൂ, മലയാളികൾ കംപ്ലീറ്റ് എടുത്തിട്ട് ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കണ്ടു. പക്ഷേ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് വേറെ കുറച്ച് ചാനൽസിലൂടെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. വേറെ കുറച്ച് ചാനൽസിലൂടെ അതിൻ്റെ യഥാർത്ഥ റിവ്യൂ എന്നുള്ള രീതിയിൽ മലയാളികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പടം കണ്ടിട്ടില്ല, ഞാൻ പടം കാണാതെയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ പരിപാടിക്ക് എതിരാണ്. സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂ ചെയ്യുന്നതിനെതിരാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ. ഈ വലിയൊരു താല്പര്യമില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് വന്ന ഉടനെ തന്നെ ഒരു പടത്തിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിന് ടോട്ടലി എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ പേഴ്സണലി ഞാൻ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂ പറഞ്ഞ് കൊല്ലുന്നതിന് എതിരാണ്. ശരി തന്നെയാണ്, ആൾക്കാരുടെ പണവും പൈസയും സംഭവം ഒക്കെ സത്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഈ റിവ്യൂകൾ ഇത്രയും കാലം സ്വാധീനിക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ഞാൻ പറയുന്നു, ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ റിവ്യൂ പബ്ലിക് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ഒപ്പീനിയൻസ് ആണെന്നുണ്ടെങ്കിലും സ്വാധീനിച്ചു. എന്നെ സ്വാധീനിച്ചു, എൻ്റെ കുടുംബത്തിനെ, എൻ്റെ പരിചയമുള്ളവരൊക്കെ സ്വാധീനിച്ചു. ഞങ്ങളൊന്നും കങ്കുവ കാണുന്നില്ല. ഏകദേശം എൻ്റെ പരിചയത്തിൽ എനിക്ക് തോന്നുന്നു 25ഓളം പേര് കങ്കുവ കാണുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ജസ്റ്റ് ബിക്കോസ് ഇന്നത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് വന്നതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം എന്താ സംഗതി വെച്ചാൽ ബാല എന്നോട് ചോദിക്കുന്നുണ്ട്, ബാലചേട്ടാ കണ്ടല്ലോ ഫസ്റ്റ് കാണിച്ചിട്ട ക്ലിപ്പ്, ഇതിന് മുമ്പ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ അവർ കൊടുത്തിരിക്കുന്നത് മനസ്സമാധാനവും നല്ല ഭക്ഷണവും കിട്ടുന്നത് കൊണ്ട് ഞാൻ വളരെ നല്ല കാഴ്ചക്കൊക്കെ നല്ലതാണ് ബാല എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള കമൻസിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ സുരേഷ് പി ഗോപിയാണ് കേട്ടോ. സുരേഷ് പി ഗോപിയുടെ കമൻറ്റാണ്, ബാക്കി എല്ലാവർക്കും അയൽക്കാരുടെ ഭാര്യമാരാണല്ലോ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അതുകൊണ്ട് അവർക്ക് മനസ്സമാധാനം ഇല്ല, പോയിനടാ തിരുട്ട് റാസ്കൽ. ഇതാണ് സുരേഷ് ഗോപിയുടെ കമൻറ്റ്. കാരണം വെച്ചാൽ വൈഫ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇത് എവിടേക്കാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അടുത്തത്, എന്നാൽ പിന്നെ ഓടി നടന്ന് കെട്ടിയ നേരത്ത് ഇവളെ അങ്ങ് ആദ്യമേ കെട്ടിയതിൽ പോരായിരുന്നോ, ഇത് പൊതുശല്യമായി പ്രഖ്യാപിക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. കഴിയുന്നതും മലയാളിയെ തന്നെ കല്യാണം കഴിക്കണം, എന്ന് തമിഴരെ കല്യാണം കഴിക്കണം, മനസ്സിലായ? പിന്നെയാണ് ഏറ്റവും വലിയ സംഭവം, ബാക്കി 2 ഭാര്യമാരും നിനക്ക് 3 നേരം വിഷം ആയിരുന്നോ തന്നത്? ബാലയുടെ ആ ഒരു സംസാരവും ഇത് രീതിയിലാണ് നമുക്ക് പറഞ്ഞാൽ എന്ത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. പക്ഷേ കേട്ടോടത്തോളം ഏകദേശം മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉള്ള കല്യാണം കഴിച്ചിട്ടുള്ള ആ വൈഫിൻ്റെ കൈകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം, ഈ വൈഫ് ഇപ്പോൾ നല്ല രീതിയിൽ സമാധാനം കൊടുക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഇയാൾ പോകുന്നു എന്നുള്ള സംഭവത്തിലാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എനിക്കും മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഈ പറഞ്ഞ കാര്യത്തിനെ ബാക്കി സോഷ്യൽ മീഡിയ ഒക്കെ കൺസീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കായിട്ടുള്ള കങ്കുവയുടെ സംഗതിയിലേക്ക് പോകാം. കങ്കുവയിൽ മിക്സഡ് റിയാക്ഷൻസ് ആണ്. സീരിയസ്ലി പറയാം, ഇന്ന് റിയാക്ഷൻ മിക്സഡ് റിവ്യൂ ചെയ്യുന്ന മെയിനായിട്ടുള്ള ആൾക്കാർ സീക്രട്ട് ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ മര്യാദയ്ക്ക് അതിൻ്റെ സ്റ്റൈലിൽ പോയി. പക്ഷേ നമ്മുടെ കോക്കാണെന്നുണ്ടെങ്കിലും ഷസാമാണെന്നുണ്ടെങ്കിലും കൊല വിളിച്ചു. ഈവൻ ഉണ്ണിയുടെ മാക്സിമം കപ്പാസിറ്റിയിൽ തട്ടിയിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും കൊന്നതിൻ്റെ മേലെ ചവിട്ടി നിന്ന് 2 വെടി ഇവരൊക്കെ എക്സ്ട്രാ വെടി വെച്ചു എന്നുള്ള സിറ്റുവേഷനാണ്. എന്താണെന്നുണ്ടെങ്കിലും ബാലയുടെ പ്രതികരണവും അതിൻ്റെ കൂട്ടത്തിൽ ബാല പടത്തിന് പോകുന്ന ചെറിയൊരു ക്ലിപ്പുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യം കൂടി കേൾക്കാം. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രം എടുക്കുന്നു. ഒരു കാര്യം പറയാം, 350-400 കോടി മുടക്കിയിട്ടുള്ള പടമാണ്. സത്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഒരുപാട് പേരുടെ മോഹവും ഇതൊക്കെയാണ്. സൂര്യയുടെ കരിയർ, അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, അപ്പോഴും ഞാൻ പറയും എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഫസ്റ്റ് ഷോ ഇതുപോലെ ഫസ്റ്റ് ഡേ തന്നെ ഒരു പടത്തിന് ഇതുപോലെ കൊല്ലുന്നതിന് ഞാൻ എന്തുകൊണ്ടോ യോജിക്കുന്നില്ല. കാരണം അതൊരു ബിസിനസ്സാണ്, ഒരു പ്രൊജക്റ്റാണ്.
എന്ന് വെച്ച് കോടികൾ കൊയ്യാൻ വിടണമെന്നല്ല, നമ്മൾ 2 തോണിയിലും കൂടി ചവിട്ടല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്ത ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബാലയുടെ പ്രതികരണം. പടം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്. അയ്യോ, അത് ഒരു സെക്കൻഡ് പാർട്ടും പ്ലാൻ ചെയ്തിട്ടാണ് പ്രൊഡ്യൂസർ ഞാനായിട്ട് എന്റെ ചേട്ടനെ വെച്ച് ഞാനേ പറയുന്നത് ശരിയല്ല. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചോളാം. എനിക്ക് ക്ലൈമാക്സ് കാരണം എല്ലാവർക്കും ഒരു മനസ്സ് നിലവിളപ്പാണ്. സ്റ്റാർട്ടിങ് മൂപ്പർക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായി, പക്ഷേ ക്ലൈമാക്സിനെ കുറിച്ച് ബാലയ്ക്ക് ഭയങ്കര അഭിപ്രായമാണ്. പക്ഷേ ഞാൻ ഈ ക്ലൈമാക്സിനെ കുറിച്ച് വേറെ ചില കാര്യങ്ങൾ കേട്ടു. ക്ലൈമാക്സ് ഒരു 45 മിനിറ്റ് എന്തോ ഉള്ള ഒരു ഫൈറ്റ് ഇടയി. അത് മറ്റേ പുതിയ 2024 1070. ഇതാണ് ഷസാമിൻ്റെ റിവ്യൂ. ഷസാമിൻ്റെ റിവ്യൂ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും കാണുന്നൊരു ചാനലാണ് റിവ്യൂ, മൂവി റിവ്യൂവിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ. ബാക്കി എല്ലാ ടെക്കും അതെ, എൻ്റെ ഭയങ്കര ഫേവറേറ്റ് യൂട്യൂബറാണ് പുള്ളി കേട്ടോ. എന്താ പറയുക വെച്ചാൽ ഇതേ സിറ്റുവേഷൻ മലയാളികൾ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ട് ഊക്കി. അപ്പോൾ ഞാൻ വെറുതെ തമിഴ്നാട്ടിലേക്ക് വല്ലെന്ന് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് വെറുതെ ഒന്ന് നമ്മൾ എത്തി നോക്കുന്ന സമയത്ത് സൂര്യ കഷ്ടപ്പെട്ട് പണിയിരിക്കാറ്. തലവലി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സംഗതിയും കൂടി, വേറെ ഏക് ഓർ അവരാത്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക, കാരണം പോസിറ്റീവും നെഗറ്റീവും ഉണ്ടോ കാര്യത്തിൽ. എതിർക്കൊള്ളും. ആറാട്ടണ്ണന് ശേഷം റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പബ്ലിക് റെസ്പോൺസ് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ പുതിയൊരു താരോദയമാണ് ഇവിടെ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തിയെ ഒരുപാട് പേരെടുത്ത് ട്രോൾ ചെയ്യുന്ന കണ്ടു. പോപ്പുലർ ഒപ്പീനിയൻസ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ എന്താ പറയുക, ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഞാൻ ഈ ചങ്ങാതിയെ കണ്ടത്. IAS പഠനം കഴിഞ്ഞ് നേരെ IASൻ്റെ ക്വാളിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം നേരിട്ടിട്ട് പടം കാണാൻ, സൂര്യയുടെ പടം കാണാൻ വന്നിട്ടുള്ള ജുവാവ് എന്നും പറഞ്ഞിട്ടാണ് ഈ ചങ്ങാതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. ഞാൻ ഈ ചങ്ങാതിയുടെ ആദ്യത്തെ സംഭവം കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓണസ്റ്റ്ലി ഇയാളുടെ ഈ ഒരു പെർഫോമൻസ് കണ്ട സമയത്ത് ഓണസ്റ്റ്ലി ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തെന്താ വെച്ചാൽ വല്ല പണിക്കും പോയി കൂടെ ചങ്ങാതി എന്ന് ഞാൻ സീരിയസ് ആയിട്ട് മനസ്സിൽ ചിന്തിച്ചു പോയി. ഇങ്ങനെ കോമാളിയായിട്ട് ഇങ്ങനെ വേഷം കെട്ടണോ, നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ അത് കാണുന്നുണ്ടായിരിക്കില്ലേ എന്ന് ഞാനും കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ചങ്ങാതിനെ പൂരത്തെറിയാണ്. യാതൊരു ദയും ദാക്ഷിണ്യം ഇല്ലാതെ കൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഞാനും കണ്ട സമയത്ത് ചോദിച്ചു എന്തിനാടോ, കാരണം നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ടീമാണ് മറ്റേ ഡാൻസ് കളിക്കുന്ന പെരേരനെയും പിന്നെ വേറെ ഏത് കിംബിയും കിംബോയി അങ്ങനെ കുറേ ഊളകളെ, ഈ സന്തോഷ് വർക്കി ഇതുപോലെ മര ഊളകളൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ചങ്ങാതിയും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഞാൻ ആ ഒരു രീതിയിൽ ഫസ്റ്റ് കണ്ടു. പക്ഷേ പിന്നീട് ഞാൻ പറയാൻ കാണിച്ചാൽ പിന്നീട് ഇയാളുടെ ഈ കംപ്ലീറ്റ് വീഡിയോ ഞാൻ കണ്ട സമയത്ത് ഈ വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ആളെ ഇനി കോമാളിയായിട്ട് ഫസ്റ്റ് ഇതാ ഞാൻ പറഞ്ഞു 2 കാര്യം പറഞ്ഞല്ലോ. കോമാളിയായിട്ട് ആദ്യം എനിക്ക് ഫീൽ ചെയ്തെങ്കിലും ഇയാൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ചങ്ങാതി RDXലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അതുപോലെ പല പടങ്ങളിലും ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തൊരു കോഴിക്കോട്ടുകാരാണെന്ന് പറഞ്ഞു. പുള്ളിയുടെ ലൈഫിൽ ഇതൊരു വഴിത്തിരിവ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ അയാൾ അത്രയധികം എഫേർട്ട് എടുത്തു മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ആ ഒരു ചെറിയൊരു പോർഷൻ സൂര്യയുടെ, കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ലാതെ അയാൾ ആ പബ്ലിക് സ്പേസിൽ ആ ഒരു ക്യാമറയുടെ മുന്നിൽ എഫക്ട്സ് ഒന്നുമില്ലാതെ അയാളുടെ മാക്സിമം പെർഫോമൻസ് അയാൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇയാളുടെ കംപ്ലീറ്റ് പോർഷൻ ഞാൻ ഇതിലേക്ക് വരാം. എന്താണെന്നുണ്ടെങ്കിലും വീണ്ടും നമ്മൾ കുറച്ച് മിക്സഡ് റെസ്പോൺസിലേക്ക് പോകുന്നു. അധികം ബോറടിപ്പിക്കില്ല, ചെറിയ 1-2 കാര്യങ്ങൾ. പൊന്നോ, ഒരു 20 മിനിറ്റ് വെറുപ്പിച്ചിട്ട് ദിശാപട്ടാണിയും യോഗി ബാബുവും സൂര്യയും എല്ലാം കൂടെ മനുഷ്യനെ ഇട്ടിട്ട് എന്തൊരു വധമായിരുന്നത്. കട്ട ഒരുമാതിരി മീൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കങ്ക പോർഷൻ കണ്ടത്. അത് അപ്പൊ നമുക്കൊരു തോന്നുന്നു ആ കൊള പടം കയറി. പിന്നെ സെക്കൻഡ് ഹാഫ് തീറ്റം അവസാനം എന്തൊക്കെയോ കാട്ടി കൂട്ടി ബഹളവും വെടിവെപ്പും വെടിവെപ്പൊക്കെ ഉണ്ട്. വെടിവെപ്പും മറ്റവിടെ വമ്പും വില്ലും ഗോളയും അങ്ങനെയൊക്കെ ഒരു പടം. എന്നിട്ട് ലാസ്റ്റ് ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ഫേവർ ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ഷസാമിന്റെ റിവ്യൂ. പിന്നെ തമിഴ്നാട്ടുകാർ വീണ്ടും ഇട്ടിട്ട് നല്ല രീതിയിൽ പൊരിച്ചു. சுத்தமா வேஸ்ட் ப்ரோ. ஒரு டிக்கெட் எடுத்தாருன்னு வந்தேன் ப்ரோ. பார்த்தா சரி 190 ரூபாய்க்கு நல்லா தூங்கிட்டு நல்லா மாசா வந்துட்டு ஒரு பாப்கார்ன் வாங்கி கொடுத்தாரு, அவ்வளவுதான். படம் வேஸ்ட். நான் சூர்யா வந்து சொன்னாரு
சூர்யா அந்த அளவுக்கு பிரஸ் மீட்ல இது வரைக்கும் பேசி நான் பார்த்ததே இல்லை. அப்படி பேசினா படம் மாசா இருக்கும் அது இருக்கும்னு பார்த்தா படம் குப்ப வேஸ்ட். இது பார்ட் 2 வேற எதுக்கு எடுக்கிறாங்கன்னே தெரியல. என்ன எதிர்பார்ப்புலாம் எதுவும் இல்லை ப்ரோ. கொஞ்சம் நல்லா இருக்கும். சரி சூர்யா நல்லா எல்லா இடத்துலயும் ப்ரொமோஷன் நல்லா கொடுத்துருக்காங்க. சரி நல்லா இருக்குன்னு பார்த்தோம். படம் வேஸ்ட். வழக்கம் போல எல்லாரையும் 2.5 மணி நேரம் ரீல்ஸ் ப்ரோ. தள்ளி பாத்துக்கிட்டே இருக்கலாம். 2 வருஷம் வெயிட் பண்ண சூர்யா ஃபேன் கிடைச்சல ரொம்ப டிசப்பாயிண்ட் போயிடுச்சு. எல்லாம் போச்சு. சூர்யா ஃபேன்ஸ் எல்லாம் அவருக்காக வேணா பார்க்கலாம். டிஎஸ்பி மியூசிக்காக பார்க்கலாம். ഇതാണ് സൂര്യ ഫാൻസിൻ്റെ അവസ്ഥ. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വെയിറ്റ് ചെയ്തിരുന്നിരുന്നത് കോക്കിനെയാണ്. അവസാനം എന്താ പറയുക, ഒന്നിൻ്റെ കൂടെ തള്ളും, എന്താ പറയാറില്ല, അവസാനം മരിച്ചു കിടക്കുന്ന ഇതിനെ 4-5 വെടി കൂടി കോക്ക് വെച്ചിട്ട് അതും കൂടി നമ്മളൊന്ന് കണ്ടു. ആ വെറുപ്പിച്ചക്കല വെറുപ്പി ഭൂലോകം വെറുപ്പിച്ചക്കൻ അപ്പഴുണ്ട്. കണ്ണൊക്കെ പച്ചലായിട്ടൊക്കെ വന്നിട്ട് ചെക്കനാണ് സിനിമ തുടങ്ങുന്നത്. അവിടെ ചെക്കൻ ഓടിയിട്ടില്ല. ചെക്കൻ്റെ വെറുപ്പിക്കൽ ഉടനെയല്ല, ഇതുപോലത്തെ ഒരു വെറുപ്പിച്ചക്കൻ, കറക്റ്റ് ഒരു വേട്ടാവളിയും ചെക്കൻ. ചെക്കനാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ വെറുപ്പിക്കൽ. ഈ ചെക്കൻ ഓടിയ ഓട്ടക്കം, പിന്നെ അവിടെ കിടന്നിട്ട് പിന്നെ കാണിക്കുന്നത് സൂര്യയുടെ പ്രസന്റിലുള്ള കഥാപാത്രം. സത്യം പറയാലോ, ഞാൻ ഈ പടത്തിൽ എനിക്ക് ഈ ചെക്കൻ ഏതാണെന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. ഈ പയ്യൻ ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു, കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു വെറുപ്പിച്ചെക്കെന്ന് അത്രയും പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് കയറിക്കൂടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ചെറിയ ഈ ചങ്ങാതിരെ ആ ഒരു കാണിച്ചിട്ടുള്ള കോഴിക്കോടൻ ചങ്ങാതിരെ ചെറിയൊരു പെർഫോമൻസ് കൂടി കണ്ടിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ദയവ് ഇത് കാണുക. കാരണം വെച്ചാൽ എനിക്ക് എന്തുകൊണ്ടോ ഇയാളോട് സഹതാപം തോന്നി. ആദ്യം ഞാൻ അതിനെ കളിയാക്കി, ഇതിൻ്റെ കുടുംബക്കാരോടൊക്കെ ഇതിൻ്റെ വീട്ടുകാരോടൊക്കെ എനിക്ക് സഹതാപം തോന്നിയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ആദ്യം എനിക്ക് കളിയാക്കാൻ തോന്നി. പക്ഷേ പിന്നീട് ഞാൻ ഈ ചങ്ങാതിൻ്റെ ഫുൾ പെർഫോമൻസ് കണ്ട സമയത്ത് ഹീ ഈസ് ഡൂയിങ് വെൽ. ആൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ, ഇത് അതിനൊരു വേദി ആവട്ടെ എന്ന് അയാൾ ഒരുപാടൊന്നൊരു മനുഷ്യനെ ഇതിൻ്റെ പേരിൽ ഇൻസൾട്ട് ചെയ്യും. ശരിയാണ്, അയാൾ ചെയ്തൊരു കാര്യത്തിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും അയാൾ ഇൻസൾട്ട് ചെയ്യാൻ തോന്നിപ്പോവും. എനിക്ക് പോലും ഫസ്റ്റ് തോന്നിപ്പോയി. ഞാൻ അതാ പറഞ്ഞത്, ഫസ്റ്റ് എനിക്ക് തോന്നിപ്പോയി എന്താ പറയുക, പണിക്കും പോയി കൂടെ. പക്ഷേ അയാളുടെ പാഷൻ മൂവിയാണ്, കുറച്ച് കഴിവുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ഇപ്പൊ ഒരു എത്ര മണിക്ക് വന്നു ഇവിടെ? എനിക്ക് ഒരു 2 മണിക്കാണ് ട്രെയിൻ ഇറങ്ങി. സൂര്യ ഭയങ്കര ആരാധന. അതെ ആരാധന, ഒരുപാട് ഇഷ്ടമാണ് അഭിനയൊക്കെ. ഈ കോസ്റ്റ്യൂമും ഇതൊക്കെ എവിടെ എടുത്തു? ഇത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. അതിൽ നോക്കിയിട്ട് അതുപോലെ ചെയ്തതാണ്, സ്വന്തമായിട്ട് ചെയ്തതാണ്. മുമ്പ് ഏതെങ്കിലും പടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു? പടങ്ങളിൽ ചെറിയ ഒരു ഗാങ്ങിലും കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ RDXല് പെരുങ്കളിയാട്ടം അങ്ങനെയുള്ള, പിന്നെ കുറച്ച് അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് ആണ് മെയിൻ താല്പര്യം. പേരെന്താ പറയാ? പേര് ജിതിൻ, കോഴിക്കോടാണ് വീട്. യെസ്, ഓൾ ദി ബെസ്റ്റ് ടു ജിതിൻ. ഞാൻ ആദ്യമൊക്കെ അത് പറഞ്ഞെങ്കിലും ആദ്യം ഇയാളെ കഥ വീണ്ടും പറയുന്നത് കാരണം വെച്ചാൽ ആദ്യം അങ്ങനെ ഫീൽ ചെയ്തെങ്കിലും കൂടി ഈ കങ്കുവ എന്ന പറഞ്ഞ മൂവി കൊണ്ട് ഇയാൾക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ എന്തൊക്കെയുണ്ടോ എനിക്ക് പേഴ്സണലി കേട്ടോ, ചിലപ്പോൾ പലർക്കും നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു തോന്നിയിരിക്കാം. അത്രയൊന്നും കഴിവില്ലാത്ത ആൾക്കാരനെയാണ് നമ്മൾ, അത്രയൊന്നും കഴിവ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇതുപോലെ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടും വണ്ടിക്കുള്ളിലും കിടന്നിരുന്നിട്ട് ഇതുപോലുള്ള ആൾക്കാരെ കളിയാക്കി വിമർശിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തു പോകും, കാരണം ഫസ്റ്റ് കാണുന്ന സമയത്ത് അങ്ങനെ തോന്നിപ്പോയത്. വോട്ട് എവർ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ കണ്ട സമയത്ത് ഏതായാലും കങ്കുവ തിയേറ്ററിൽ പോയി കാണുന്നില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു. ഇനിയിപ്പോൾ OTTയിൽ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ ചെക്കൻ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കാണണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. ടേക്ക് കെയർ.